അധ്യായം 27. ഒരു വലിയ അവസരം. നീലിമ സിദ്ധാർത്ഥിനെ തന്നെ നോക്കി നിന്നു. അവൾ വിചാരിച്ചത് താൻ സ്വപ്നമെങ്ങനെ കാണുകയാണ് എന്നാണ്. എന്നാൽ അത് സ്വപ്നമല്ല എന്നത് ബോധ്യമായപ്പോൾ നീലിമ അവന്റെ നേർക്ക് നോക്കി ചോദിച്ചു, നിങ്ങളിത് എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? നീലിമ ചോദിച്ചത് കേട്ട സിദ്ധാർത്ഥ് അവളെ ഒന്ന് നോക്കി. നീലിമയുടെ മുഖത്തിന് എപ്പോഴും ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കത തോന്നിക്കുമായിരുന്നു. ഒരു നിമിഷം അത് നോക്കി സിദ്ധാർത്ഥ് നിന്നു. ഇടോ, തന്നോടാ എന്നെ എങ്ങോട്ടാ എടുത്തു പോകുന്നേന്ന് നീലിമ വീണ്ടും ചോദിച്ചു. നിന്റെ റൂമിലേക്ക്. സിദ്ധാർത്ഥ് അവളെ താഴെ നിർത്താതെ പറഞ്ഞു. എനിക്ക് നടന്ന് റൂമിൽ പോകാൻ അറിയാം, താഴെ നിർത്തിക്കേ, നീലിമ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് ഒരു നിമിഷം നടത്തം നിർത്തി അവളെ നോക്കി. അവന്റെ ആ ആർദ്രമായ നോട്ടം അത്രയും അടുത്തു നിന്ന് കണ്ടപ്പോൾ നീലിമയുടെ ഹൃദയമിടിപ്പ് കൂടി. തന്നോട് താഴെ നിർത്താനല്ലേ പറഞ്ഞേ? നീലിമ വീണ്ടും സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു. സിദ്ധാർത്ഥ് ഉടനെ അവളെ മുകളിൽ ഹോളിലുള്ള സോഫയിലേക്ക് കൊണ്ടിട്ടു. പെട്ടെന്നുള്ള വീഴ്ച ആയതുകൊണ്ട് നീലിമയ്ക്ക് നടുവേദന തോന്നി. താനിത് എന്താണോ ദുഷ്ട കാണിച്ചേ? നീലിമ നടു തടവി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു. ഷെടാ, ഞാനെന്ത് കാണിച്ചെന്നാ? നീയല്ലേ പെണ്ണെ നിലത്ത് നിർത്താൻ പറഞ്ഞേ? സിദ്ധാർത്ഥ ചോദിച്ചു. എന്ന് വെച്ച് ഇങ്ങനെ എടുത്തിടുകയാണ് ചെയ്യേണ്ടത്? അതെ, ഇപ്പൊ നീ സംസാരം നിർത്തുന്നുണ്ടോ? അല്ലേ പിന്നെ ഞാൻ എടുത്ത് പൊക്കണോ? സിദ്ധാർത്ഥ നീലിമയെ നോക്കി ചോദിച്ചു. അയ്യോ വേണ്ടായേ, നിർത്തി. നീലിമ അത്രമാത്രം പറഞ്ഞിട്ട് സോഫയിൽ ചെന്നിരുന്നു. ഹാ, അതാ നിനക്ക് നല്ലത്, സിദ്ധാർത്ഥ് പറഞ്ഞു. അല്ല സിദ്ധാർത്ഥ്, എന്തെത്ര സമയമായിട്ട് ഉറങ്ങാതിരുന്നേ? നീലിമ ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി. ചോദിച്ചത് അബദ്ധമായി എന്ന് തോന്നിയപ്പോൾ നീലിമ ഉടനെ പറഞ്ഞു. അല്ല, നിങ്ങൾ ഈ സമയം താഴെ കാണാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഉറങ്ങാൻ കിടന്നതാ, പെട്ടെന്ന് വിശന്നു, അതാ എന്തെങ്കിലും കഴിക്കാന്ന് കരുതി, സിദ്ധാർത്ഥ് പറഞ്ഞു. അവൾ അവനെ സംശയത്തോടെ നോക്കി. അവൾ എന്തോ ചിന്തിക്കാൻ തുടങ്ങിയത് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചിരുന്നു. നീ എന്താ ഉണ്ടക്കണം വിളിച്ച് ആലോചിക്കുന്നേ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് അതിന് മറുപടിയായി ഒന്ന് മൂടിയ ശേഷം താഴേക്ക് ഇറങ്ങിപ്പോയി. നീലിമയും അവന് പുറകെ താഴേക്ക് ചെന്നു. മല്ലിക നേരത്തെ ഉറങ്ങിയിരുന്നു. സിദ്ധാർത്ഥ് അവരെ വിളിച്ചുണർത്താൻ നിൽക്കാതെ നേരെ കിച്ചണിലേക്ക് പോയി. നീലിമ ഹോളിലെ സോഫയിൽ ചെന്നിരുന്ന് ഒരു മാഗസിൻ എടുത്ത് മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. കിച്ചണിലേക്ക് കയറിപ്പോയ സിദ്ധാർത്ഥ് കയ്യിലൊരു കുപ്പി വെള്ളം മാത്രം എടുത്ത് തിരികെ ഹോളിലേക്ക് വന്നു. അത് കണ്ട നീലിമ സിദ്ധാർത്ഥ് വെള്ളം കുടിക്കുന്നത് നോക്കി നിന്ന് മനസ്സിൽ പറഞ്ഞു. ഇങ്ങേരുതെന്താ വിശക്കുന്നെന്ന് പറഞ്ഞല്ലേ കിച്ചണിലേക്ക് പോയത്? എന്നിട്ടിപ്പോ വെള്ളം മാത്രം എടുത്താണല്ലോ തിരിച്ചു വന്നേക്കുന്നേ. ഹാ, ചിലപ്പോ ഇയാളുടെ വിശപ്പ് മാറാൻ അത് മതിയായിരിക്കും. നീലിമ തന്നെ നോക്കി നിൽക്കുന്നത് സിദ്ധാർത്ഥ ശ്രദ്ധിച്ചിരുന്നു. അല്ല, വിശക്കുന്നെന്ന് പറഞ്ഞിട്ടല്ലേ താൻ പോയത്? എന്നിട്ട് വെള്ളം മാത്രം എടുത്ത് പോകുന്നതെന്താ? നീലിമ ചോദിച്ചു. അവിടെ അതിന് കഴിക്കാനൊന്നുമില്ല, സിദ്ധാർത്ഥ വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞു. ഹാ, എന്നാ പിന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പാടില്ലേ? നീലിമ ചോദിച്ചു. ഈ 2 മണിക്കൂർ നിനക്കിതെന്താ തലക്ക് സുഖല്ലേ? നീലിമയെ നോക്കി സിദ്ധാർത്ഥ് ചോദിച്ചു. എന്നാ അവിടെ വിശന്നിരിക്കാം. ഒരു കാര്യം ചോദിച്ചാൽ മര്യാദക്ക് മറുപടി പറയാൻ പോലും അറിയില്ല. നീലിമ ശബ്ദം താഴ്ത്തി പറഞ്ഞു. വല്ലതും പറഞ്ഞോ നീ? സിദ്ധാർത്ഥ് വെള്ളം കൂടി നിർത്തി ചോദിച്ചു. ഏയ് ഒന്നുമില്ല, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് അതിന് മറുപടി പറയാതെ കുറച്ചും കൂടെ വെള്ളം കുടിച്ചു. അവന് നന്നായി വിശക്കുന്നുണ്ടെന്ന് നീലിമയ്ക്ക് തോന്നി. അതെ, ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കാമോ? നീലിമ ചോദിച്ചു. എന്തിനാ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഒരു കാര്യമുണ്ട്, ഞാൻ ഇപ്പൊ വരാം. നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോയി. അവൾ പോകുന്നത് നോക്കി സിദ്ധാർത്ഥ് നിന്നു. അവൾ എന്തിനാണ് അപ്പോൾ തന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതെന്ന് അവന് മനസ്സിലായില്ല. കിച്ചണിൽ കയറിയ ഉടനെ നീലിമ ഫ്രിഡ്ജ് തുറന്ന് എന്തൊക്കെ സാധനങ്ങൾ അതിലുണ്ടെന്ന് നോക്കി. അവൾ പ്രതീക്ഷിച്ചതെല്ലാം അതിലുണ്ടായിരുന്നു. നീലിമ കുറച്ച് പച്ചക്കറികളും ചിക്കനും എടുത്ത് പുറത്തേക്ക് വെച്ചു. എന്നിട്ട് പച്ചക്കറികൾ മുറിച്ച് ഒന്ന് വഴറ്റി അതിലേക്ക് ചിക്കനും മറ്റുമിട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ പുലാവ് ഉണ്ടാക്കി. സിദ്ധാർത്ഥ് ഹോളിൽ കുറച്ചു നേരം നീലിമയെ കാത്തിരുന്നു. അവൾ കിച്ചണിൽ എന്തോ ഉണ്ടാക്കുകയാണെന്ന് മാത്രം അവന് മനസ്സിലായി. വല്ല നൂഡിൽസും ആയിരിക്കും എന്നവൻ മനസ്സിൽ പറയുകയും ചെയ്തു. എന്നാൽ നീലിമ അവനെ ഞെട്ടിച്ചു കളഞ്ഞു. കയ്യിൽ 2 പ്ലേറ്റുകളിലായി ചിക്കൻ പുലാവും കൊണ്ട് അവൾ ഹോളിലേക്ക് വന്നു. ഒരു പ്ലേറ്റ് സിദ്ധാർത്ഥിന്റെ നേർക്ക് നീട്ടി. അവനത് വാങ്ങി മേശമേൽ ചെന്നിരുന്നു. അപ്പോഴും അവൾ നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം സിദ്ധാർത്ഥിന് അറിയില്ലായിരുന്നു. പുലാവ് കഴിച്ചു നോക്കിയ സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ അവളെ നോക്കി. അല്ല, നിനക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയോ? സിദ്ധാർത്ഥ് ചോദിച്ചു. നീലിമ അതിന് മറുപടി പറയാതെ ഗൗരവഭാവം അഭിനയിച്ചു. സിദ്ധാർത്ഥിന് അത് കണ്ട് ചിരി വന്നു. ശരിക്കും നന്നായിട്ടുണ്ട്. നീ ഇതൊക്കെ എവിടുന്നാ പഠിച്ചത്? സിദ്ധാർത്ഥ് ചോദിച്ചു. ഞാൻ അച്ചുവിന് വേണ്ടി പഠിച്ചതാ. ഹോ, എന്നിട്ട് അച്ഛനൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നത് കാണാറില്ലല്ലോ. അതിന് മല്ലികാവ് അടുക്കളയിൽ കയറാൻ സമ്മതിക്കാറില്ല എന്നെ. സിദ്ധാർത്ഥ് പുലാവ് ആസ്വദിച്ചു കഴിച്ചു. നീലിമ കഴിച്ചു കഴിഞ്ഞ് കിച്ചണിലേക്ക് പോയി പാത്രങ്ങൾ കഴുകി വെച്ച ശേഷം തിരിച്ചു വരുമ്പോൾ സിദ്ധാർത്ഥ് ഹോളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അല്ല, നിന്റെ പുതിയ ജോലി എങ്ങനെയുണ്ട്? സിദ്ധാർത്ഥ് ചോദിച്ചു. ജോലിയുടെ കാര്യം ചോദിച്ചപ്പോൾ അവൾ ഭയങ്കര ഉത്സാഹത്തിലായിരുന്നു. നല്ല കമ്പനിയാണ്, കഴിവുള്ള ഒരുപാട് മോഡലുകൾ അവിടെയുണ്ട്. പക്ഷേ അവര് ശരിക്കും ഗൈഡ് ചെയ്യാൻ ഒരാളില്ല. ഞാനിപ്പോ ഒരു സീരിയൽ ആക്ടറിനെയാ ഗൈഡ് ചെയ്യുന്നേ. അവന്റെ പേര് സൂര്യ എന്നാ. നീലിമ പറഞ്ഞു. അവൾക്ക് ആ ജോലിയിൽ നല്ല പാഷൻ ഉണ്ടെന്ന് അവളുടെ സംസാരം കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് മനസ്സിലായി. ഞാൻ ശരിക്കും നന്നായി അവനെ ഗൈഡ് ചെയ്യുന്നുണ്ട്, അവനെ ഉയർത്തിക്കൊണ്ടുവരണം.
നല്ല കഴിവുണ്ട്, പക്ഷേ അവനത് ഉപയോഗിക്കാൻ അറിയില്ല. നീലിമ പറഞ്ഞു. നീലിമയ്ക്ക് അത്ര കാര്യങ്ങളിൽ അറിവുണ്ടെന്നും അവളുടെ മേൽനോട്ടത്തിൽ സ്റ്റാർഡം മീഡിയ നന്നായി ഉയർന്നു വരുമെന്നും സിദ്ധാർത്ഥിന് അപ്പോൾ തോന്നി. അവൾ പറയുന്നത് നോക്കി അവൻ നിന്നു. നീലിമ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ മീഡിയയെക്കുറിച്ച് സംസാരിച്ചു. തനിക്ക് ഞാനൊരു അവസരം ഉണ്ടാക്കി തരട്ടെ? നീലിമയ്ക്ക് ജോലിയോടുള്ള പാഷൻ കണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു. എന്തവസരം? നീലിമ ചോദിച്ചു. ഡയറക്ടർ ശിവശങ്കറിനറിയോ? ഫേമസ് ഫിലിം മേക്കർ? സിദ്ധാർത്ഥ് ചോദിച്ചു. പിന്നെ അറിയില്ലേ? അദ്ദേഹത്തെ അറിയാത്ത ആരാ ഉള്ളത്? നീലിമ ഉത്സാഹത്തോടെ ചോദിച്ചു. ഹാ, എന്നാ അദ്ദേഹം ഒരു വെബ് സീരീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇറങ്ങാറാവുന്നതേയുള്ളൂ, സിദ്ധാർത്ഥ് പറഞ്ഞു. സോ? നീലിമ ചോദിച്ചു. അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ ഒരവസരം ശരിയാക്കി തരാൻ തനിക്ക്. ആ പയ്യനെയും കൂട്ടി ഒന്ന് പോയി നോക്കൂ, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് ഒന്ന് തുള്ളിച്ചാടാൻ തോന്നി. ഡയറക്ടർ ശിവശങ്കർ അത്ര പ്രശസ്തനാണ്. അദ്ദേഹത്തിനൊപ്പം ഒരവസരം സൂര്യക്ക് കിട്ടിയാൽ പിന്നെ അവനെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നീലിമ ഉത്സാഹത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി. ശരിക്കും സത്യമാണോ? നീലിമ ചോദിച്ചു. അതേ, പോയി കണ്ട് സംസാരിക്ക്, ഞാൻ വിളിച്ചു പറയാം, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് നീലിമ അവനെ അത്ഭുതത്തോടെ നോക്കി. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സിദ്ധാർത്ഥ് അതിനുത്തരമായി ഒരു വെറുതെ ഒന്ന് ചിരിച്ചെന്നേയുള്ളൂ. അവൾ സൂര്യയെ പറ്റി അവനോട് ഒരുപാട് നേരം സംസാരിച്ചു. സിദ്ധാർത്ഥ് എല്ലാം കേട്ടിരുന്നു. ഒടുവിൽ സിദ്ധാർത്ഥിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം നീലിമ മുറിയിലേക്ക് സന്തോഷത്തോടെ പോയി. അവൾ പോകുന്നത് നോക്കി സിദ്ധാർത്ഥ് അങ്ങനെ ഇരുന്നു. ഈ പെണ്ണ് ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ. അതേ ചിരിയാണ് അച്ഛന് കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു, സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു. അവന്റെ മുഖത്തും അപ്പോൾ അതുപോലെ മനോഹരമായൊരു ചിരി വിരിഞ്ഞിരുന്നു. മുറിയിലേക്ക് കയറിപ്പോയ നീലിമ ജനലുകൾക്കരികിൽ പോയി പുറത്തേക്ക് നോക്കി നിന്നു. അവളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. പിന്നീട് അവൾ ഉറങ്ങാനായി കിടന്നു. അപ്പോഴും നീലിമയുടെ മനസ്സിൽ സൂര്യയെ എങ്ങനെയെങ്കിലും ഉയർച്ചയിൽ എത്തിക്കണമെന്ന ചിന്തയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നീലിമയും അശ്വിനും സിദ്ധാർത്ഥിന്റെ ഒപ്പമാണ് പോയത്. അശ്വിനെ സ്കൂളിൽ കൊണ്ട് ചെന്നാക്കിയ ശേഷം സിദ്ധാർത്ഥ് നീലിമയെ സ്റ്റാർഡം മീഡിയയുടെ ഓഫീസിൽ മുന്നിൽ കൊണ്ടിറക്കി. എന്നിട്ടാണ് അവൻ ഓഫീസിലേക്ക് പോയത്. നീലിമ നേരെ തന്റെ ക്യാബിനിലേക്ക് നടന്നു. അവളുടെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു. സൂര്യയ്ക്ക് വേണ്ടി അവൾ പ്ലാൻ ചെയ്ത് വെച്ച പദ്ധതികളുടെ ഒരു ചാർട്ടായിരുന്നു അത്. നീലിമ ക്യാബിൽ ചെന്നിരുന്നു. ഫയലുകൾ മറിച്ചു നോക്കാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് സൂര്യ കയറി വന്നു. സൂര്യയെ കണ്ടപാടെ നീലിമ തല ഉയർത്തി നോക്കി പുഞ്ചിരിച്ചു. ഇരിക്കു സൂര്യ, നീലിമ പറഞ്ഞു. ഗുഡ് മോർണിംഗ് മാഡം, സൂര്യ അവളെ നോക്കി പറഞ്ഞു. മോർണിംഗ്, നീലിമ തിരിച്ചും പറഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പൊ വർഷക്ക്? നീലിമ ചോദിച്ചു. കുഴപ്പമില്ല, ഓപ്പറേഷൻ അടുത്ത വീക്കിൽ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു, സൂര്യ പറഞ്ഞു. നീലിമ അതിന് മറുപടിയായി ഒന്ന് ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. അപ്പോൾ സൂര്യ അവളെ നോക്കി. നീലിമ മേഡം, വലിയൊരു കാര്യം ചെയ്തേ. എന്റെ വർഷയ്ക്ക് ഓപ്പറേഷന് വേണ്ടി കാശ് സംഘടിപ്പിക്കാൻ കഴിയാതെ ഞാൻ ആകെ ഓട്ടത്തിലായിരുന്നു, സൂര്യ പറഞ്ഞു. അവനത് പറയുമെന്ന് നീലിമ അപ്പോൾ അത് ചിന്തിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ സൂര്യയെ ഓർത്താണ് നീലിമ വർഷയുടെ ഓപ്പറേഷന് വേണ്ട മുഴുവൻ തുകയും ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചത്. മാഡം, പണക്കാരിൽ ഞാൻ കണ്ടിട്ടുള്ളത് മുഴുവനും സാം അലക്സിനെ പോലെയുള്ളവരെയാണ്. പക്ഷേ നിങ്ങൾ എന്റെ ധാരണ മുഴുവൻ തകർത്തു കളഞ്ഞു, സൂര്യ നീലിമയെ ബഹുമാനത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ പണക്കാരുടെ കൂട്ടത്തിൽ തന്നെയും ഉൾപ്പെടുത്തി സംസാരിച്ചത് കേട്ടപ്പോൾ നീലിമയ്ക്ക് ചിരി വന്നു. അവൾ അശ്വിന് വേണ്ടി വിവിധ ജോലികൾ ചെയ്ത് സ്വരുക്കൂട്ടി വെച്ച മുഴുവൻ സമ്പാദ്യവുമാണ് ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചത്. അത് പണക്കാരി ആയതുകൊണ്ടായിരുന്നില്ല. സൂര്യയുടെ മനസ്സ് ഒന്ന് സ്വസ്ഥമായി കിട്ടാനും അവനെ നന്നായി അഭിനയിക്കാൻ സാധിക്കാനുമെല്ലാം വേണ്ടിയായിരുന്നു. അത് സാധിച്ചതിൽ അവൾക്ക് അഭിമാനം തോന്നി. സൂര്യ വളരെ ഉത്സാഹത്തോടെയാണ് അന്ന് ഓഫീസിലേക്ക് വന്നത് തന്നെ. വർഷയുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയ സമാധാനം അവന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഹാ സൂര്യ, അതെല്ലാം വിട്. ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന ഫയലാണ്. ഇതില് ഇനി നീ ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ഉൾപ്പെടെ എല്ലാം വിശദമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യണം. നീലിമ അത്രയും പറഞ്ഞ ശേഷം ഫയൽ സൂര്യക്ക് നേരെ നീട്ടി. സൂര്യ ഫയൽ വാങ്ങി തുറന്നു നോക്കി. എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ പറയാം, നീലിമ പറഞ്ഞു. സൂര്യ ഓരോ പേജും വിശദമായി ചെക്ക് ചെയ്തു. എന്നിട്ട് നീലിമയെ നോക്കി. മാഡം, ബാക്കിയൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഈ മാർഷൽ ആർട്സ് വലിയ പിടിയില്ല. പക്ഷേ മാഡം അത് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, സൂര്യ നീലിമയെ നോക്കി ചോദിച്ചു. നീലിമ അതിന് മറുപടിയായി പുഞ്ചിരിച്ചു. ഞാൻ ഒന്നും കാണാതെ ആ ഫയലിൽ മാർഷൽ ആർട്സ് തകർക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇന്നു മുതൽ നിനക്ക് മാർഷൽ ആർട്സ് ട്രെയിനിങ് ഉണ്ട്. അതിനാണ് ആ ഫയലിൽ അത് മെൻഷൻ ചെയ്തത്. പക്ഷെ മാഡം, എനിക്കത് പഠിച്ചെടുക്കാൻ സാധിക്കോ? സൂര്യ സംശയത്തോടെ ചോദിച്ചു. നോക്കൂ സൂര്യ, നിന്റെ ജീവിതം തന്നെ മാറി മറിയാൻ പോകുന്ന വിധം ഒരു ചാൻസ് ആണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് വിശദമായി പറയാം. ഇപ്പൊ നീ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് അതുപോലെ ഫോളോ ചെയ്യുക എന്നത് മാത്രമാണ്. മാർഷൽ ആർട്സ് പഠിച്ചാൽ ശരിക്കും ഫ്ലെക്സിബിൾ ആവും. അതോടെ ഉറപ്പായും വലിയ സിനിമകളിൽ വരെ അവസരം കിട്ടും, നീലിമ ആവേശത്തോടെ പറഞ്ഞു. അത് കേട്ട് സൂര്യക്ക് പിന്നെയൊന്നും പറയാൻ തോന്നിയില്ല. നീലിമ തനിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നവനറിയാം. സൂര്യ അവളോട് സമ്മതം അറിയിച്ചു. എന്നാ നീ ചെല്ല്, ട്രെയിൻ ചെയ്യാനുള്ള ആള് പിന്നിലെ കോട്ടിയാടിയിൽ കാണും, ഞാൻ വന്നേക്കാം, നീലിമ പറഞ്ഞു. അത് കേട്ട സൂര്യ
അവിടെ നിന്നും പോയി. നീലിമ സൂര്യയുടെ മുമ്പെടുത്ത പഴയ സീരിയൽ നായക വേഷത്തിലുള്ള ഫോട്ടോകൾ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം എന്നൊരു ക്യാപ്ഷനും ആ ഫോട്ടോക്ക് കൊടുത്തു. സൂര്യയുടെ ഫേസ്ബുക്ക് ഐഡിയും പാസ്വേഡും നീലിമ ഈ കാര്യത്തിന് വേണ്ടി വാങ്ങിച്ചിരുന്നു. പക്ഷേ സൂര്യ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാതിരുന്നതുകൊണ്ട് ഫോട്ടോയ്ക്ക് അധികം ശ്രദ്ധ കിട്ടിയില്ല. നീലിമ ആകെ നിരാശയോടെ ഫോൺ താഴെ വെച്ചു. സാമലക്സിന്റെ മുറിയിൽ ധ്യാൻ കയറി ചെന്നു. അവന്റെ മുഖത്ത് നിരാശയും അസൂയയും ഒക്കെ തെളിഞ്ഞിരുന്നു. അത് ശ്രദ്ധിച്ച സാമലക്സ് ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുത്ത് അവനെ നോക്കി. എന്തുണ്ടായി? സാമലക്സ് ചോദിച്ചു. ഇത് കണ്ടോ? ധ്യാൻ ഫോൺ സാമലക്സിന് നേരെ കാണിച്ചുകൊണ്ട് ചോദിച്ചു. സാമലക്സ് മറുപടി പറയാതെ ഫോണിലേക്ക് നോക്കി. അത് നീലിമ ഫേസ്ബുക്കിലിട്ട സൂര്യയുടെ ഫോട്ടോയായിരുന്നു. ഇതിനിപ്പെന്താ? സാം ചോദിച്ചു. ഒന്നുമില്ലേ? എടോ, ഇവൻ പഴയ നായകവേഷമൊക്കെ കാണിച്ച് അങ്ങ് ഫേമസ് ആയ ഞാനൊക്കെ പിന്നെ എന്തിനാ ഇവിടെ? ധ്യാൻ ചോദിച്ചു. അവന്റെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഹഹ, നിനക്കൊക്കെ എന്താ വട്ടാണതയാ? ഇവൻ ഈ കോലൊക്കെ കെട്ടി എഴുന്നള്ളിയാൽ ആളുകൾ സ്വീകരിക്കാൻ പോവല്ലേ? ചിരിപ്പിക്കാതെ പോയേ നീ, സാമലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അത് അത്ര ലാഘവത്തോടു കൂടി എടുത്തത് കണ്ട ധ്യാൻ മുറി വിട്ട് ഇറങ്ങിപ്പോയി. സാമലക്സ് അവൻ പോകുന്നത് നോക്കി നിന്നു. ധ്യാൻ ആ ഫോട്ടോ വീണ്ടും തുറന്നു. എന്നിട്ട് അതിലിങ്ങനെ കമന്റ് ചെയ്തു. പഴയ ആ നായകവേഷമൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാൻ മാത്രം. ഗതികെട്ട ഇവനൊക്കെ ഏതാണാവോ? കണ്ടിട്ട് ചിരി വരുന്നു. ധ്യാൻ ആ കമന്റ് പോസ്റ്റ് ചെയ്ത ശേഷം ആത്മനിർവൃതിയോടെ ചിരിച്ചു. സൂര്യ മാർഷൽ ആർട്സ് പഠിക്കുന്ന സ്ഥലത്തേക്ക് നീലിമ ചെന്നു. സൂര്യ അവൾ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. നീലിമ കുറച്ചു നേരം അത് നോക്കി നിന്നു. ധ്യാൻ സൂര്യയുടെ പോസ്റ്റിലിട്ട കമന്റ് നീലിമ കണ്ടിരുന്നില്ല. അവൾ വീണ്ടും സൂര്യയുടെ ഒരു ഫോട്ടോ എടുത്ത് മോട്ടിവേറ്റ് യുവർ സെൽഫ് എവരി ടൈം എന്ന ക്യാപ്ഷനും കൊടുത്ത് വീണ്ടും പോസ്റ്റ് ചെയ്തു. അതിലെ കമന്റുകൾ നോക്കിക്കൊണ്ടിരിക്കെ അവിടേക്ക് സാമലക്സ് കടന്നു വന്നു. അയാൾ പ്രാക്ടീസ് ചെയ്യുന്ന സൂര്യയെയും നീലിമയെയും പുച്ഛത്തോടെ നോക്കി. നീ ഇവനെ വലിയ കമലഹാസനാക്കി എടുക്കാൻ പോവാന്ന് കേട്ടല്ലോ? സാമലക്സ് ചോദിച്ചത് കേട്ട് ഫോണിൽ നിന്ന് തല ഉയർത്തി അയാളെ നോക്കി. സൂര്യയും അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞു. നീ വിചാരിച്ചത്ര കഴിവുള്ള ആളൊന്നല്ല ഇവൻ. അത് നീ വൈകാതെ മനസ്സിലാക്കും. സാമലക്സ് അത് പറഞ്ഞു തീർന്നപ്പോഴേക്ക് സൂര്യ നീലിമയുടെ അടുത്തേക്ക് വന്നു നിന്നു. ഓ, നീയാണോ ഈ മേളത്തിന്റെ പ്രൊട്ടക്ടർ ഇപ്പോ? സാമലക്സ് പുച്ഛത്തോടെ ചോദിച്ചു. ഹാ, അതെ, സൂര്യ പറഞ്ഞു. അപ്പോൾ സാമലക്സിന്റെ ടീമിലെ വേറെ മോഡൽസ് അവിടേക്ക് വന്നു. അവർ നീലിമയെ നോക്കി സാമലക്സിനോട് പറഞ്ഞു. അയ്യോ, സാറിനറിയില്ലേ, ഇവരല്ലേ ഇപ്പോ സ്റ്റാർഡം മീഡിയയിലെ ചർച്ചാ വിഷയം. രണ്ടും തമ്മിൽ വലിയ പ്രേമത്തിലാണെന്ന സംസാരം. എന്തായാലും നല്ല ചേർച്ചയുണ്ട്, മോഡലുകളിൽ ഒരുവൻ പറഞ്ഞു. പുതിയ കഥ കേട്ട് നീലിമ അവനെ രൂക്ഷമായി നോക്കി.